ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കണം കേട്ടോ. എനിക്കിങ്ങനെ ലഡ്ഡു ടൈപ്പ് ബോൾസ്, ഹെൽത്തി ബോൾസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അത് കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ കുട്ടികൾക്ക് സ്നാക്സായിട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ, വേഗം ആക്കി കൊടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ രാവിലെ സ്നാക്സ് എന്ത് കൊടുക്കും, ലഞ്ച് എന്ത് കൊടുക്കും, ഫുൾ ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ബോൾസ് ഉണ്ടാക്കാൻ പോകണം. ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ എല്ലാം. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അവൽ വെച്ചിട്ടാണ്. അത് ബ്രൗൺ കളറിലുള്ള അവലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നന്നായി അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ. അതുപോലെ ശർക്കര നമുക്കിനി ആവശ്യമുള്ളത്. അപ്പോൾ ഈ അവലിനെ നന്നായി അങ്ങ് ഫ്രൈ ആക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യമൊന്നും അവലിങ്ങനെ ഫ്രൈ ആക്കില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രീത്മയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ അവലിനെ ഫ്രൈ ആക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അവൾ കൊണ്ടുവന്നിട്ടാണ് ഞാനന്ന് കഴിച്ചിരിക്കുന്നത് തന്നെ. നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഫ്രൈ ചെയ്യില്ല, ജസ്റ്റ് അവൽ നനച്ചിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്, അയൺ കണ്ടൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അവലിനെ നന്നായി അങ്ങ് ഫ്രൈ ആക്കി എടുത്ത് പിന്നെ നമ്മുടെ ശർക്കരേനെ ഞാൻ ഇവിടെ പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാനിയാക്കാനായിട്ട് അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ നട്ട്സ് എടുത്തു. നട്ട്സ് ഏതൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ കാഷ്യൂ ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നിലക്കടല ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നട്ട്സിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്കിതിനൊക്കെ പൗഡർ ആക്കണമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് അവലിനെ നല്ല പൗഡറാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അവലിനെയൊക്കെ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുക. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിലേക്ക് നമ്മൾ ഈ അവൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓരോ ട്രിപ്പായിട്ട് പൊടിച്ചെടുത്തത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇനി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള മധുരമൊക്കെ വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്ര അവൽ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ആക്കിയത്, അതിപ്പോൾ നമ്മുടെ നിലക്കടലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ വാൾനട്ട്സ്, അതൊക്കെ കുട്ടികളുടെ ബ്രെയിനും, നട്ട്സ് ഏതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ നന്നായി പൊടിച്ചെടുക്കാം. അതുപോലെ സീഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കാം. ഇനി ആ പൗഡർ കൂടി ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കാണാൻ ഭംഗിക്കായിട്ട് കുറച്ച് കാഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതുകൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആക്കി കൊടുക്കട്ടെ. ഇപ്പോൾ മധുരമൊക്കെ നല്ല ടേസ്റ്റിലുണ്ട്, നല്ല ഒരു മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു, ഞാൻ 2-3 ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാമെന്നേ. അങ്ങനെ ഇതാ ഞാനും കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ടാണ് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നത്. ഈ കൂട്ടിൽ ഈ മിക്സിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് അമ്മ തന്നയച്ച നെയ്യ് ഉണ്ടായിരുന്നു, വീട്ടിലേ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഹെൽത്തിനും ഇമ്മ്യൂണിറ്റി പവറിനും ഒക്കെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. എന്നാൽ സ്നാക്സ് ബോക്സിൽ നമുക്കിത് ആക്കി കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊന്നല്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഇടയ്ക്ക് നമ്മൾ വേറെ ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിലുണ്ടാക്കിയ ഐറ്റംസ് കഴിക്കാം. പിന്നെ മധുരം അധികം ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് ശർക്കര കുറച്ചിട്ട് വേറെ ഡേറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ അതാ അങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ഓരോരുത്തർ വന്നിട്ട് എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ലഡ്ഡു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അവൽ വെച്ചിട്ടാണ് ലഡ്ഡു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി സ്നാക്കാണ്, കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ ഇങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചോട്ടോ. അപ്പോൾ അധികം കേട് വരത്തില്ല. വേഗം എടുത്ത് കഴിക്കുവാണ് നല്ലത്. എന്താണെങ്കിലും പെട്ടെന്ന് തീരും. ഹെൽത്തി ആയതുകൊണ്ട് എല്ലാവരും അങ്ങ് കഴിച്ചോളൂന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ.